സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 109 പേർക്ക്. ഈ വർഷം ഇതുവരെ 390 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇന്നലെ പനി ബാധിച്ചത് 11,713 പേർക്കാണ്. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. പനിബാധയുടെ കാര്യത്തിൽ വീണ്ടും ആശങ്കയാണോ? പനിബാധയിൽ ആശങ്കയുണ്ട്. കാരണം 10,000-ന് മുകളിൽ തന്നെയാണ് രോഗികൾ, ഈ ചികിത്സ തരുന്ന രോഗികളുടെ എണ്ണം. അതിലൊരു കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ തിരുവനന്തപുരം, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ രോഗികളുടെ എണ്ണം കൂടുതലാണെന്ന വസ്തുതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഷിഗല്ല വീണ്ടും ഈ രോഗബാധ വീണ്ടും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പകർച്ചവ്യാധികൾക്കപ്പുറം ഈ ഷിഗല്ല അത് ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ശുചിത്വം കൂടി ഉറപ്പാക്കണം എന്നുള്ളൊരു കാര്യം അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഷിഗല്ല ഇപ്പോൾ എന്തായാലും ഈ മാസം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ തന്നെ 109 പേർക്ക് ഷിഗല്ല ബാധ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ 4 പേർക്കാണ് ഷിഗല്ല രോഗബാധ ഉണ്ടായത്. അത് ഈ പറയുന്ന പോലെ ആഹാരം കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ തിരുവനന്തപുരം കാട്ടാക്കടയിലൊക്കെ ഷിഗല്ലയുടെ സാമ്പിൾ സ്ഥിരീകരിച്ചെങ്കിലും ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചില്ല. അങ്ങനെ ഈ പറയുന്നത് പോലെ പലയിടങ്ങളിലും ഷിഗല്ല രോഗബാധയുടെ സാന്നിധ്യമുണ്ട്. അത് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്കയാകുന്നത്. അപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായത് എലിപ്പനി മരണമാണ്. കൊല്ലം ചിതറയിലാണ് 81 വയസ്സുള്ള ഒരാൾ ഈ എലിപ്പനി ബാധിച്ച് മരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പകർച്ചവ്യാധികൾ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയാനുള്ളത്. അപ്പോഴും കണക്കുകൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നു. കാരണം 322 പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഡെങ്കിപ്പനിക്കായി. അപ്പോൾ കൊതുകിൻ്റെ സാന്നിധ്യം ഇപ്പോൾ കൂടുതലാണ്. തിരുവനന്തപുരത്തെ ഹോട്ട്സ്പോട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി പരിശോധന നടത്തിയാൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നും പറയുന്നത് പോലെ സ്വയം ഒരു ജാഗ്രത പാലിക്കുക. പനി ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി തന്നെ ചികിത്സ തേടുക. മറ്റൊന്ന്, ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പനിക്ലിനിക്കുകളുമായി സജീവമായി നിൽക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. അതുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബന്ധപ്പെട്ടൊക്കെ എല്ലാ നഗരസഭകളിലും ഊർജിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ രാഹുൽ? ഇപ്പോഴെന്തായാലും നഗരസഭ കുറച്ചുകൂടി കൃത്യമായി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മാലിന്യ നിക്ഷേപം പലയിടത്തും സജീവമായി തുടരുകയാണ്. നടപടി കൈക്കൊള്ളണം എന്നുള്ളതുണ്ട്. ക്യാമറകൾ സ്ഥാപിച്ച് നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഡ്രൈ ഡേ ആചരിച്ചു, പക്ഷേ കുറേ നാളുകളായി അതിൻ്റെ അത് കൃത്യമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കൃത്യമായ നിരീക്ഷണം കൂടി ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയമായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഘട്ടത്തിൽ ഒരു ഇരട്ടി പണിയെടുത്താൽ മാത്രമേ ഈ എണ്ണത്തിലൊരു കുറവുണ്ടാക്കാൻ കഴിയൂ. ജൂലൈ മാസം അവസാനം എന്തായാലും വലിയൊരു ഉയർച്ച ഈ പറയുന്ന പകർച്ചവ്യാധി കണക്കുകളിൽ ഉണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. അതുതന്നെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിലും കണക്കുകൾ ആശങ്കയായി തന്നെ നിൽക്കുമെന്നാണ് പറയാനുള്ളത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തരുന്നവർ മാത്രം കണക്കാണ്. ഒപ്പം സ്വയം ചികിത്സ തേടിയ ആളുകളും ഈ നമുക്കിടയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണക്ക് അല്പം കൂടി വലുതായിരിക്കും എന്നുള്ളത് ആശങ്കപ്പെടുത്തുകയാണ്.